നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറേ, ഐ ആം റിയലി സോറി. ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തിട്ട് വരാം. വേണ്ട, ചായ ഞാനെടുക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. സ്വന്തം വീട് പോലെ കാണണമെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ? ഒരാളെ മനസ്സിൽ ഇഷ്ടപ്പെട്ടാല് പെട്ടെന്ന് അടുത്തോളൂ എന്റെ മോള്. മോനെ സാറ് വാ, നമുക്ക് അകത്തേക്ക് പോകാം. വാ. മോളെ, അമ്പലത്തിലേക്ക് ഇതൊടുത്ത് ഇറങ്ങണം കേട്ടോ. എന്തിനാ അമ്മേ? എന്ത് കാര്യം ചെയ്താലും അതിങ്ങനെ എന്തിനാ അമ്മേ എന്ന് ചോദിച്ചോണ്ടിരിക്കരുത്. എന്റെ സന്തോഷം കൊണ്ടാ ഞാൻ മോൾക്ക് ഓരോന്ന് വാങ്ങിക്കുന്നത്. നിത്യ, സത്യം പറഞ്ഞ ഇങ്ങനൊരു അമ്മായിയമ്മ കിട്ടിയ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക വേണ്ടത്. എനിക്കെങ്ങനെ ഇങ്ങനെ ഒരാളെ കിട്ടണം. ഒറ്റ ആഴ്ച കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും ഞാൻ തീർത്തു കൊടുത്തേനെ. അല്ലാണ്ടി ഒരെണ്ണം എനിക്കും എടുക്കായിരുന്നില്ലേ അമ്പലത്തിൽ വരാൻ? അയ്യോ സോറി മോളെ, ഞാൻ ഒരെണ്ണം പോയി മോൾക്ക് എടുത്തോണ്ട് വരാം. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ അമ്പലത്തിലേക്കില്ല. അതെന്താ സാറ് വരാത്തെ? എനിക്ക് 1-2 ചെറിയ മീറ്റിംഗ്സ് ഉണ്ട്. നിങ്ങൾ പൂജ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ അതെല്ലാം ഫിനിഷ് ചെയ്യാം. പിന്നെ ഞാൻ ഫ്രീയാ. സാരി തരാത്തത് കൊണ്ട് പിണങ്ങിയിട്ടൊന്നും അല്ലല്ലോ അല്ലേ? ഏയ് ഇല്ല ആന്റി. എനിക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോ സാരിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഞാൻ നേരെ ആന്റിയുടെ അടുത്തേക്കാ ചെല്ല. അവിടെ പിന്നെ വലിയൊരു കളക്ഷൻ ഉണ്ടല്ലോ. എന്നാ പിന്നെ ശരി മോളെ, മോള് പോയി റെഡി ആയിട്ട് വാ. അമ്മയൊന്ന് പോയി തയ്യാറാവാം. ശരി അമ്മേ. അമ്മ നല്ലതാ, അമ്മ ഒരുപാട് നല്ലതാ. നിനക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് പോവാമായിരുന്നില്ലേ? അല്ലമ്മേ, ഈ പൂജ കഴിഞ്ഞ് വന്നിട്ടും ഇവരോട് തന്നെ തങ്ങാനാണോ? പിന്നല്ലാതെ, നാളെ ഡ്രസ് എടുക്കാനും മറ്റും പോകേണ്ടതല്ലേ? അമ്മേ, സംഗതി അയൽവക്ക. സാറ നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. പക്ഷേ ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ശരി. നിത്യാച്ചനെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറ്റാം. ഇനി നീ ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെല്ല്. രണ്ടുപേർക്കും സാറേ വല്ലാതെ ഇഷ്ടായിട്ടുണ്ട്. എന്തിഷ്ടം? ഒക്കെ വെറുതെയാ, ചുമ്മാ. എടാ നീ ഒന്ന് മിണ്ടാതിരുന്നേ, എന്നിട്ട് പെട്ടെന്ന് വന്ന് ഒരുങ്ങാൻ നോക്ക്. അമ്മേ, ശരിക്കും ഈ പൂജയുടെ സ്വഭാവം എന്താ? സത്യം പറഞ്ഞ എനിക്ക് ഒരു ഐഡിയ ഇല്ല. മുൻപ് തിരുപ്പതി ദേവസ്ഥാനത്തിരുന്ന ഒരു യോഗിയാണ് പൂജ നടത്തുന്നത്. ആചാരങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കുന്നമ്മേ? ഇതൊക്കെ നാളെ നീയും ചെയ്യും, നിനക്ക് മക്കള് വരുമ്പോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം അപ്പം നിനക്ക് മനസ്സിലാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.